ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തണ്ണിമത്തൻ കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. ഈ ചൂടിൻ്റെ ദാഹവും ക്ഷീണവും എല്ലാം മാറാനും അതുപോലെ നോമ്പ് കാലത്തുമൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മിൽക്ക് ഷേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. എന്നാൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഇതുപോലുള്ള 2 പീസ് തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തോടെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. തണ്ണിമത്തൻ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാ കുരുവെല്ലാം മാറ്റിയതിന് ശേഷമാണ് തണ്ണിമത്തൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുമ്പോൾ കൂടുതലായി പോകണ്ട, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മതിയാകും. അതിലേക്ക് ഇനി ഒരു ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നമുക്കിത് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്കിനി അടച്ച് വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇതൊരു അരിപ്പ വെച്ചതിന് ശേഷം അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ 1 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര വേണമെങ്കിൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല മധുരമുള്ള തണ്ണിമത്തനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും മധുരം മതിയാകും. ഇനി അതിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് തണ്ണിമത്തനും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടീസ്പൂൺ സബ്ജ സീഡ് ഇതുപോലെ 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ആദ്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഡ്രിങ്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തണ്ണിമത്തനും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് കാലത്തേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ. ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത്